നിങ്ങൾ പറയുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആന്റി ഇൻകംബൻസീവ് ഭരണവിരുദ്ധ വികാരം അടക്കമുള്ളവയുണ്ട്. നിങ്ങൾക്ക് സുഖമായി ജയിച്ചു പോകാനുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസമുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് നിങ്ങളിലൊരു പുതിയ സഖ്യകക്ഷിയെ കൂട്ടി, അതും മതരാഷ്ട്രവാദം പറയുന്നവരെ കൂട്ടുന്നത്? മുസ്ലിം സമൂഹത്തിലെ തന്നെ 90% മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പണ്ഡിത സഭകൾ ഇതിനെതിരായി രംഗത്തെത്തി. മതരാഷ്ട്രവാദികളുമായുള്ള കൂട്ടുകെട്ട്, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെതിരെ രംഗത്തെത്തി. ഇന്നും ഇതാ AP അബൂബക്കർ വിഭാഗത്തിൻ്റെ ആൾക്കാർ അതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കെതിരെ. ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ എന്തിന് നിങ്ങൾ ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മതരാഷ്ട്രവാദികളുമായി കൂട്ടുകെട്ടുന്നു? ഞങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യം മതേതരത്തെ വിശ്വസിക്കുന്ന ആൾ ആരെയും ഞങ്ങൾ ഒഴിവാക്കി നിർത്താറില്ലല്ലോ ഒരു കാലഘട്ടത്തിലും. അല്ല, ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഞങ്ങൾക്കൊരു വീക്ഷണവും ഒരു കാഴ്ചപ്പാടും ഉണ്ടല്ലോ. എല്ലാ വിഭാഗങ്ങളും. ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ? അവരോട് ചോദിക്കണം. അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാർട്ടിയുടെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടി എന്താ കുഴപ്പം? അവരുടെ പ്രവൃത്തിയും അവരുടെ തീരുമാനവും കുഴപ്പം. പാർട്ടിക്ക് എന്താ കുഴപ്പം? ബിജെപിക്ക് പ്രശ്നമില്ല. ബിജെപി എന്ന പാർട്ടിക്ക് പ്രശ്നമില്ലെന്ന്. ബിജെപി എന്ന പാർട്ടിയല്ല, അതിലുള്ള അവരുടെ ആശയവും അവരുടെ നടപ്പിലാക്കുന്ന പ്രക്രിയയെ കുറിച്ചാണ് ആളുകൾക്ക് എതിർപ്പ്. അപ്പോൾ അവരുടെ പ്രവൃത്തിയിൽ മാത്രമേ ഉള്ള ആശയത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പില്ല. CPM-നെ കുറിച്ച് ആർക്കാ എതിർപ്പ്? CPM-ന്റെ പ്രവൃത്തിയും അവരുടെ കാഴ്ചപ്പാടും അതുപോലെയാണോ ബിജെപി? തീർച്ചയായും അങ്ങനെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. നേതാവ് പറയുന്നു ഞാൻ പറഞ്ഞത് എന്താ? ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയല്ലല്ലോ, അവരുടെ ഉള്ളിലുള്ള പ്രവർത്തനവും അവരുടെ തീരുമാനവും നയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിലെ ആളുകൾ എതിർക്കുന്നത്, പാർട്ടിയാണ്. CPM എന്ന പാർട്ടി കാണിക്കുന്ന നിലപാടിലല്ലേ നമ്മൾ. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു വർഗീയവാദികളുമായിട്ടും ഒരു കോംപ്രമൈസും ഇല്ലാത്ത പാർട്ടി. KT ജെയിംസ് എന്ന KPCCയുടെ ഭാരവാഹിയുടെ ഓഡിയോ കൈരളി ന്യൂസ് അടക്കം വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പ്രവീൺ കുമാർ എന്ന നിങ്ങളുടെ കോഴിക്കോട്ടെ DCC പ്രസിഡന്റിനോട് സംസാരിക്കുന്നത് ഇന്ന സ്ഥാനങ്ങൾ കോർ കമ്മിറ്റിയുടെ ഭാഗമായി ഒഴിച്ചിട്ടിരിക്കുന്നത് അത് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്ക് വേണ്ടിയാണെന്ന്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ മുദ്രാവാക്യമല്ല, അതിലൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ പലതും കിട്ടുമല്ലോ. ശരി ശരി. ഇവിടെ സാർ ഒരു ചോദ്യം ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതര പാർട്ടിയാണോ എന്ന്. അത് അവരോട് ചോദിക്കണം എന്നാണ് ഇവിടെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പരസ്യമായിട്ട് കോൺഗ്രസ് അലയൻസ് ആവുകയാണ്. അപ്പോൾ അത് മതേതര പാർട്ടിയാണോ ജനാധിപത്യ പാർട്ടിയാണോ എന്നറിയാതെയാണോ വലിയ മതേതര പാർട്ടിയുള്ള കോൺഗ്രസ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം.